ഹലോ സുഹൃത്തുക്കളെ, ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന ഫോട്ടോ എങ്ങനെ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, വാട്സാപ്പിൽ വന്ന ഫോട്ടോ നമ്മൾ നേരിട്ട് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകം പറയുകയാണ്, ഫോട്ടോഷോപ്പ് 7 ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടുള്ളത്. എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ അവൻ്റെ ഫോർമാറ്റ് ഫോട്ടോഷോപ്പിൽ സപ്പോർട്ട് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് നമുക്കിത് സപ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിലല്ലാതെ ഫോട്ടോഷോപ്പിൻ്റെ അകത്തുള്ള ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്താണ്ട് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം തന്നെയാണ് കാണിക്കുന്നത്. രണ്ടിനും ഒരേ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എൻ്റെ ഫോട്ടോഷോപ്പ് മിനിമൈസ് ചെയ്യുക. അതിന് ശേഷം റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് സേവ് ആസ് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് JPG പിക്ചർ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ഫോട്ടോ ഉണ്ടല്ലോ, അത് ഫോട്ടോഷോപ്പിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ പഴയ മെത്തേഡ് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പോൾ 2 ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരിട്ട് വരും. പിന്നെ അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡാണ്. ഇതല്ലാതെ പല പല ട്രിക്കുകൾ പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രിക്കുകളൊക്കെ നമ്മൾ ഇവിടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഫോട്ടോഷോപ്പിനെ പറ്റി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ മറുപടി തരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.